നാരായണീയം ഒരു കൈയിലെടുത്തുകൊണ്ടും മറുകൈയിലുള്ള നറുവെണ്ണ നുകർന്നുകൊണ്ടും തന്നാശ്രിതർക്ക് തുണയായി വിളങ്ങിടുന്ന നാരായണീയ ഗുരുവായൂരപ്പ നമോ നമസ്തേ. ഇവിടെ മേൽപ്പത്തൂരിന്റെ ഒരു സ്വതന്ത്രമായ ഒരു ഭാവന, ആ രുക്മിണിയുടെ കടാക്ഷം ഭഗവാനെയും ഒന്ന് മയക്കിയോ എന്നൊരു സംശയം പറയാണ്. 6ാമത്തെ ശ്ലോകം. ഭുവന മോഹന രൂപ രുചാ തയാ വിവശിത അഖില രാജകദംബയാ ത്വം അപിദേവ കടാക്ഷ വിമോക്ഷണൈഃ പ്രമദയാ മദയാൻ ചകൃഷേ മനാഖ്. ഭുവനമോഹന രൂപരുച. ഭുവനമോഹനം, ഈ ഭുവനത്തെ മുഴുവൻ മോഹനമായിട്ടുള്ള മോഹിപ്പിക്കുന്ന രൂപരുച, തന്റെ ആ രൂപകാന്തിയാൽ വിവശിത അഖില രാജകദംബയ. രാജകദംബം, ആ രാജാക്കന്മാരുടെ ആ കൂട്ടം, അവിടെ ഉണ്ടായിരുന്ന അഖില രാജകദംബം, എല്ലാ രാജാക്കന്മാരുടെയും ആ ഒരു കൂട്ടത്തെ, എല്ലാ രാജാക്കന്മാരെയും വിവശിതം, അവരെയൊക്കെ അങ്ങോട്ട് പരവശന്മാരാക്കിയ സൗന്ദര്യത്തോടുകൂടിയ തയാ, ആ യുവതിയായിട്ടുള്ള പ്രമദയ രുക്മിണിയാൽ, ഹേ ദേവ, അല്ലയോ ഗുരുവായൂരപ്പ, ത്വം അപി, അങ്ങും കടാക്ഷ വിമോക്ഷണൈഹി, ആ രുക്മിണിയുടെ ആ ഒരു കടക്കൺ നോട്ടം കൊണ്ട് മനാക്ക് കുറച്ചൊന്ന് മദയാൻ ചകൃഷെ മയങ്ങുകയുണ്ടായില്ലേ, എനിക്ക് തോന്നി എന്ന ഒരു സ്വതന്ത്രമായ ഭാവനയാണ് പറയുന്നത്. അവിടെ കൂടിയ രാജാക്കന്മാരൊക്കെ ആകെ പരവശരായിട്ടിരിക്കുകയാണ്. അപ്പൊ മേൽപ്പത്തൂർ പറയാണ്, ഭഗവാനെ എനിക്കും തോന്നുന്നു ആ രുക്മിണിയുടെ ഒരു കടക്കൺ നോട്ടം കൊണ്ട് ഭഗവാനും ഒന്ന് മോഹിച്ചു അല്ലേ എന്നൊരു രസകരമായിട്ട് ഭഗവാനോട് ചോദിക്കുകയാണ്. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്, ഭഗവാനും ഒന്ന് മോഹിച്ചു പോയി, അത്രയും സുന്ദരിയാണല്ലോ ആ രുക്മിണി എന്ന് പറയണം. ശ്ലോകം 6. ഭുവനമോഹന രൂപരുചാതയാ വിവശിതാഖില രാജകദംബയാ ത്വമഭിദേവ കടാക്ഷ വിമോക്ഷണൈ പ്രമദയാ മദയാഞ്ച ഘൃഷേ മനാഖ്. ഹരിശരണം. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. എല്ലാ ഗുരുക്കന്മാർക്കും പിതൃക്കൾക്കും എല്ലാ മഹത്തുക്കൾക്കും പ്രണാമം. ശ്രീ ഗുരുവായൂരപ്പനും നമസ്കാരം. വേദവ്യാസനെയും അദ്ദേഹത്തിൻ്റെ അവതാരമായിരിക്കുന്ന ഭട്ടപാദരെയും സ്മരിക്കുന്നു. ശ്രീകൃഷ്ണാവതാരത്തിലെ സുപ്രധാനമായ ലീലകളിലൊന്നാണ് രുക്മിണീഹരണവും രുക്മിണീ സ്വയംവരം എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. നാരായണീയത്തിലെ 79ാം ദശകത്തിലെ 6ാമത്തെ ശ്ലോകമാണ് നമുക്ക് നോക്കാനുള്ളത്. ലക്ഷ്മി ദേവിയുടെ ആകർഷണീയത, വശീകരണ ശക്തി, ഇതെല്ലാം സൂചിപ്പിക്കുന്ന ഒരു ശ്ലോകമാണ് 6. ലോകത്തിനെ മയക്കുന്നു ലക്ഷ്മി ദേവി എന്നാണ് പറയുക. ശരിക്കും അത്രയ്ക്കും ആകർഷണീയതയുണ്ട് രൂപഭാവങ്ങളെ കൊണ്ടും അനുഗ്രഹ ശക്തി കൊണ്ടും. അതുകൊണ്ട് തന്നെ ഭട്ടതിരിപ്പാട് 6ാമത്തെ ശ്ലോകത്തിൽ ഭുവന മോഹന രൂപ രുചി എന്നൊരു വാക്കാണ് പ്രയോഗിച്ചിട്ടുള്ളത്.
അതായത് പ്രപഞ്ചത്തിനെ ആകെ മോഹിപ്പിക്കുന്നതായ രൂപഭംഗി മഹാലക്ഷ്മിയുടെ അവതാരമായതുകൊണ്ട് തന്നെ. അതായത് മഹാലക്ഷ്മിയുടെ അവതാരമാണെന്ന് പറയാൻ കാരണം രാഘവത്വേ ഭവേത് സീത രുക്മിണീ കൃഷ്ണജന്മനി അന്വേഷിച്ച അവതാരേഷു വിഷ്ണോരേഷ അനപായിനി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സീതയായിട്ടും രുക്മിണിയായിട്ടും മറ്റു തരത്തിലും വിഷ്ണുവിൻ്റെ അവതാരങ്ങളിലൊക്കെ ലക്ഷ്മി ദേവി കൂടെ കൂടിയിട്ടുണ്ട് എന്നർത്ഥം. അപ്പം അതുകൊണ്ട് തന്നെ ലോകമോഹന രൂപമാണ്. അത് കണ്ടപ്പോൾ രുക്മിണി ദേവിയെ കാണാൻ വേണ്ടി ആകാംക്ഷയോടുകൂടി കാത്തു നിൽക്കുന്നതായ ആ രാജകുമാരന്മാർ ഒക്കെ വിവശന്മാരായിത്തീർന്നു, കാമപരവശരായിത്തീർന്നു, അത്ഭുത പരതന്ത്രരായിത്തീർന്നു. ഇത്രയും സൗന്ദര്യം അവർ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്ഭുതം അവർക്കൊക്കെ വല്ലാത്തൊരു പരവശതയിലായി. ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ ചിലരൊക്കെ ബോധം കെട്ട് വീണു, ആനപ്പുറത്തുള്ളൊരു താഴെ വീണു. കാരണം ലക്ഷ്മി ദേവിയുടെ സൗന്ദര്യം അപാരമാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കൊരു പരിമിതിയുണ്ട്. ആ പരിമിതിക്ക് അപ്പുറത്തേക്ക് ഒരു കാഴ്ച കാണേണ്ടി വന്നാൽ നമ്മുടെ അവസ്ഥ അവശമായിത്തീരും. പറയും, നല്ല വെളിച്ചമുള്ളതായ ഒരു ടോർച്ച് നമ്മുടെ മുഖത്തേക്ക് അടിച്ചാൽ വെളിച്ചത്തിന് പകരം ഇരുട്ടാണ് ചിലപ്പോൾ അനുഭവപ്പെടുക. അപ്പോൾ ഇവിടെ ദേവിയുടെ സൗന്ദര്യം ഉൾക്കൊള്ളാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് അവർ വല്ലാതെ പരവശരായത്, പല കാരണങ്ങളെ കൊണ്ട് തന്നെ. അപ്പോൾ രാജാക്കന്മാരുടെ അവസ്ഥ പറഞ്ഞു. ഭഗവാനാണെങ്കിലോ വളരെ ഒതുങ്ങി ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. രുക്മിണി ദേവി അന്വേഷിക്കുന്നത് ഭഗവാനെയാണ്. കണ്ടാൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. നീലപ്രഭ, മഞ്ഞപ്പെട്ട്, മണികിരീടം, അതുപോലെ പച്ചപ്പട്ട് പുതച്ച് അതിസുന്ദര വേഷത്തിൽ ദേവിയെ സ്വീകരിക്കാൻ പാകത്തിനെന്ന പോലെ കാത്തു നിൽക്കുന്നു അവിടെ. അപ്പോൾ അവിടേക്കൊന്ന് നോക്കി ഇത്രേ രുക്മിണി ദേവി, മറ്റാരെയും നോക്കിയില്ല. എന്ന് വെച്ചാൽ ലക്ഷ്മി സദാ നാരായണനെയാണ് ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ടാണ് സ്വാമി ചിന്മയാനന്ദജി പറഞ്ഞത്, ലക്ഷ്മി കടാക്ഷം കിട്ടണമെങ്കിൽ നാരായണ സേവ തന്നെ വേണം. എവിടെ നാരായണനെ സേവിക്കുന്നുണ്ടോ അവിടെ ലക്ഷ്മി കടാക്ഷം ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഇവിടെ രുക്മിണി ഭഗവാനെയാണ് നോക്കുന്നത്. ആ കടാക്ഷം കൊണ്ട് തന്നെ ആ കടക്കൺ നോട്ടം എന്നാണ് പറഞ്ഞേക്കണത്. ഭംഗിയായിട്ട് പറഞ്ഞാൽ ഒളിക്കണ്ണിട്ട് നോക്കുക. ആ നോട്ടത്തിൻ്റെ സൗന്ദര്യവും ദേവിയുടെ അതിസുന്ദരമായ ആകർഷണീയതയും കാരണം കൃഷ്ണാവതാരത്തിൽ ആദ്യമായിട്ടാണ് ലക്ഷ്മി കാണുന്നത്. എന്നും തന്നോടൊപ്പമുള്ളതായ ലക്ഷ്മി ദേവി മറ്റൊരു വേഷം കെട്ടി തന്നോട് ചേരാൻ വന്നിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആ ലക്ഷ്മി ദേവിക്ക് പേരും കൊടുത്തിട്ടുണ്ട്, പ്രമദ എന്നുള്ളത്. അതായത് ഭഗവാനെ പോലും പ്രമാദത്തിലേക്ക് എത്തിക്കുന്ന അവസ്ഥ. അപ്പം അങ്ങനെയുള്ളതായ ഒരവസ്ഥയിൽ അല്പമൊന്ന് കാമത്തിലേക്കോ പ്രേമത്തിലേക്കോ ആയി തീർന്നു ഇത്രേ ഭഗവാനും. കുറച്ചൊക്കെ ചെറിയൊരു മരപ്പാട് പോലെ. അങ്ങനെ ഉണ്ടായില്ലേ ഗുരുവായൂരപ്പാന്ന് ഭട്ടതിരിപ്പാട് ചോദിക്കുന്ന പോലെ തോന്നും. അപ്പോൾ ഗുരുവായൂരപ്പൻ തല താത്തിയിട്ട് പറഞ്ഞു ഇത്രേ, ഇതൊന്നും ചോദിക്കേണ്ട, കഥ പറഞ്ഞു പോയാൽ മതി. കാരണം ഭക്തകവിയാണ്, പണ്ഡിതനാണ് അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് തന്നെ വിശേഷപ്പെട്ടതായ അവസ്ഥകളെ നന്നായിട്ട് വിശദീകരിക്കും അദ്ദേഹം.
അതുകൊണ്ട് പറയണത് ലക്ഷ്മി കടാക്ഷം കൊണ്ട് അല്പം വിവശനായി തീർന്നു ഭഗവാൻ എന്ന് സൂചിപ്പിക്കണു ഇവിടെ. അപ്പോൾ അത് വളരെ രസകരമായ രംഗമാണ്, നമുക്ക് കണ്ണിൽ കാണാം. രുക്മിണി ദേവി കടാക്ഷിക്കുന്നതും ഭഗവാൻ ഒന്നുപോലെ തല കുനിച്ചിട്ടുണ്ടാവും ഭഗവാൻ, അല്ലെങ്കിൽ വല്ലാത്തൊരവസ്ഥയിലേക്കായിട്ടുണ്ടാവും എന്ന് വേണം വിചാരിക്കാൻ. ഈ രണ്ട് ഭാവങ്ങളും മനസ്സിൽ കണ്ടുകൊണ്ട് ലക്ഷ്മി നാരായണിയും രുക്മിണി കൃഷ്ണനെയും നമുക്ക് സ്മരിക്കാം. ഹരിശ്വരൻ.